നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സഭയിൽ അല്ലെ ഏതെങ്കിലും ഒരു ഡിനോമിനേഷനിൽ അംഗമാണ്. ചിലപ്പോൾ കാത്തലിക്സ് ആകാം, യാക്കോബൈറ്റ്സ് ആകാം, ഓർത്തഡോക്സ് ആകാം, ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ, എന്തെങ്കിലും ഒന്നിൽ നമ്മളൊക്കെ അംഗമാണ്. എൻ്റെ ഒരു ഡൗട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ദൈവം സ്ഥാപിച്ച ഡിനോമിനേഷൻ ഏതാ? കർത്താവ് സ്ഥാപിച്ച ഡിനോമിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ സഭ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഭ എന്ന് വിളിക്കുന്ന ഏത് സഭയാണ് ദൈവം സ്ഥാപിച്ചേ? എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് സ്വന്തം സഭയുടെ പേര് പറയണമെന്ന്, സ്വന്തം ഡിനോമിനേഷൻ്റെ പേര് പറയണമെന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. പക്ഷേ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ എന്ത് പറയുമോ എന്നൊരു ചിന്തയും ഉള്ളിലുണ്ട്, അല്ലേ? ഇല്ലേ? ഏത് സഭയാണ് ദൈവം സ്ഥാപിച്ചേ? ക്രിസ്തുവിൻ്റെ സഭ, അല്ലേ? ക്രിസ്തുവിൻ്റെ സഭ. അതിപ്പോൾ ഏതാപ്പോ? ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ, 40,000-ത്തിലധികം പെന്തക്കോസ്ത് സഭകൾ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകളുണ്ടെന്ന് പറയുന്നു. പാശ്ചാത്യ സഭയുണ്ട്, പൗരസ്ത്യ സഭയുണ്ട്. ഈ പൗരസ്ത്യ സഭയിൽ തന്നെ പല വേർതിരിവുകളുണ്ട്. ഇപ്പോൾ കോപ്റ്റിക് സഭകളുണ്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന യാക്കോബായ സഭകളുണ്ട്, അങ്ങനെ ഒത്തിരി സഭകൾ ആ പൗരസ്ത്യത്തിൽ തന്നെയുണ്ട്. പാശ്ചാത്യ സഭകളിൽ തന്നെ അതിൽ തന്നെ 24 പ്രാദേശിക സഭകൾ അടങ്ങുന്നതാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ കിടക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഏതാണ് എൻ്റെ ദൈവം കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചത് എന്ന് ഒരു സംശയം നമുക്കൊക്കെയുണ്ട്. ഏതാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പം ഞാനിതിലിപ്പോൾ അംഗമാണോ അല്ലയോ എന്നതിൽ തന്നെ നമുക്ക് കൺഫ്യൂഷനുണ്ട്. ഇനി അത് പോട്ടെ, നമുക്കിപ്പം സഭ അവിടെ നിൽക്കട്ടെ. ഏത് പ്രാർത്ഥനാ ഗ്രൂപ്പാണ് ദൈവം സ്ഥാപിച്ചത്? ഏത് മിനിസ്ട്രിയാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്? ദൈവം സ്ഥാപിച്ച മിനിസ്ട്രിയിലാണോ ഞാനിപ്പോൾ നിൽക്കുന്നത്? ഇപ്പോൾ നമ്മളെല്ലാം ജീസസ് വിഷൻ മിനിസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? ലോകത്ത് അനേക മിനിസ്ട്രികളുണ്ട്. കർത്താവ് സ്ഥാപിച്ചത് ഏത് മിനിസ്ട്രിയാണ്? ഏത് മിനിസ്ട്രിയാണ് ദൈവം സ്ഥാപിച്ചത്? ആ മിനിസ്ട്രിയിലാണോ ഞാനിപ്പോൾ നിൽക്കുന്നത്? അവിടെയും കൺഫ്യൂഷനാണ്, ഉത്തരമില്ല. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ദൈവം സ്ഥാപിച്ച സഭ അല്ലെങ്കിൽ ഡിനോമിനേഷൻ, മിനിസ്ട്രി, ഇതെല്ലാം ആണോ ഞാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഏതെങ്കിലും വ്യത്യസ്തമായ മിനിസ്ട്രി ആണോ? ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷനാണ്. ഞാൻ യഥാർത്ഥ സത്യവിശ്വാസത്തിലാണോ നിൽക്കുന്നത്? അതോ എൻ്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ വിശ്വാസത്തിൽ എവിടെയെങ്കിലും വീണു പോവോ? അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും? ഇതും പലർക്കും കൺഫ്യൂഷനാണ്. ഇനി ഇവിടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുമോ? അതിനി ദൈവത്തെ അറിയാൻ, ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഇനി വേറെ ഏതെങ്കിലും മിനിസ്ട്രി തേടിപ്പോണോ? വേറെ ഏതെങ്കിലും സഭ തേടിപ്പോണോ? ഇനി മുങ്ങിയത് ശരിയായില്ലേ, ഒന്നും കൂടി ഒന്ന് മുങ്ങണോ? ഇനി തളിച്ചത് ശരിയായില്ലേ, ഒന്നും കൂടി ഒന്ന് തളിക്കണോ? തലയ്ക്ക് കൈവച്ചൊന്നും ശരിയായില്ലേ, ഒന്നും കൂടി ഒന്ന് കൈവയ്ക്കണോ? ഇങ്ങനെ കൺഫ്യൂഷനാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്തപ്പോൾ ഒന്ന് പറയുന്നതേ ഉള്ളൂ. എൻ്റെ സുഹൃത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ പറയടാ, ഒന്നും കൂടി ഒന്ന് വിവാഹം കഴിക്കണം. ഞാൻ ചോദിച്ചു, എടാ അവളെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണല്ലോ, ഇനി എന്തിനാ വിവാഹം കഴിക്കുന്നത്? അല്ല, അവളെ തന്നെ ഒന്നും കൂടി ഒന്ന് വിവാഹം കഴിക്കണം. ഞാൻ പറഞ്ഞു, എടാ പ്രാന്ത് പറയരുത്, പറയുന്നതിനൊരു മാന്യത വേണം. ഒരു പ്രാവശ്യം പള്ളിയിൽ വെച്ച് ആശീർവദിച്ച് വിവാഹം കഴിച്ചതിന് ഇനി ഒന്നും കൂടി ഒന്ന് വിവാഹം കഴിക്കണോ? അതിപ്പോൾ എന്ത് കാണിക്കാനാണെന്ന് ചോദിച്ചു. അല്ല, അന്നത്തെ കാര്യം അത്ര കണ്ട് ശരിയായില്ല, അന്ന് വിവാഹം കഴിച്ച അത്ര ശരിയായില്ല. ഞാൻ ചോദിച്ചു, എന്നെ താലി കെട്ടിയത് ശരിയായില്ല എന്നാണോ, അതോ കൈവച്ച് പ്രതിജ്ഞ ചെയ്ത് ശരിയായില്ല എന്നാണോ? എന്താ നിൻ്റെ പ്രശ്നം? അല്ല, അന്നത്തെ അച്ഛൻ അത്ര ശരിയായില്ല, പുള്ളി അത്ര ശരിയല്ല. ഞാൻ ചോദിച്ചു, അതിപ്പോൾ എന്താ പ്രശ്നം? എടാ, നിനക്ക് ഓർമ്മയില്ലേ, നമ്മുടെയൊക്കെ പള്ളിയിൽ ഇന്ന കാലത്തായിരുന്നു എൻ്റെ കല്യാണം നടന്നത്. അന്നത്തെ കൊച്ചച്ഛനാണ് കല്യാണം നടത്തിയത്. ആ കൊച്ചച്ഛൻ്റെ അവസ്ഥ നിനക്കറിയോ? അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായേ. സംഭവം വേറൊന്നുമില്ല, കൊച്ചച്ഛൻ അന്ന് ഒരു കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എന്തോ അടുത്ത PhD എന്തോ സംഭവം പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിച്ച് പുള്ളിക്ക് സന്തോഷം കൂടി കഴിഞ്ഞപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടീനെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിയുമായി സ്നേഹത്തിലായി. അങ്ങനെ കൊച്ചച്ഛൻ ലോഹ ഊരി ആ പെൺകൊച്ചിനെ വിവാഹം കഴിച്ചു. പുള്ളി ബന്ധമൊക്കെ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധമൊക്കെ വേർപെടുത്തി ലോഹ ഊരി എന്നുള്ളത് മാത്രമല്ല, ഈ പെങ്കൊച്ചാണെങ്കിൽ ഒരു പാലക്കാടുള്ള ഒരു ശ്രേഷ്ഠമായൊരു ബ്രാഹ്മണ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം നടന്നത്. കൊള്ളാല്ലേ? നന്നായില്ലേ? ചിലർ മൂക്കത്ത് കൈയൊന്നും വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛൻ അന്ന് നടത്തി തന്നു, അച്ഛനോ അവിടെ നിന്ന് പരിപാടി നിർത്തി, പുള്ളി കുടുംബജീവിതത്തിലേക്ക് പോയി. അതുകൊണ്ട് കൊള്ളാവുന്ന ഏതെങ്കിലും അച്ഛനെ കൊണ്ട് ഒന്നും കൂടി ഒന്ന് ആശീർവദിപ്പിച്ചാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഒരു പുതിയ ആഗ്രഹം വന്നിരിക്കുന്നത്, ഒന്നും കൂടെ ഒന്ന്
തലയിൽ കൈവച്ച് ഒന്നും കൂടി ആശീർവദിച്ച് വിവാഹം ഒന്നും കൂടി സ്റ്റേബിൾ ആക്കണം. ചില നേരത്തെ അവൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഒന്നും കൂടി ഒന്ന് വിവാഹം കഴിച്ചാൽ ഇനി അവളെങ്ങാനും പറഞ്ഞാൽ കേട്ടാലോ. ഇങ്ങനെ പലർക്കും പല ചിന്തയാണ്. ഞാൻ ചെയ്തത് ശരിയായില്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം പോരെ. ഈ നമുക്കൊക്കെ അറിയാമല്ലോ, അക്കരപ്പച്ച എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ അവിടെയാണ് കുറച്ചുകൂടി ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി അനുഗ്രഹം കിട്ടുന്ന പച്ചപ്പ് പിടിച്ച ഒരു സ്ഥലം. ഇവിടുന്ന് എല്ലാം തീറ്റയൊക്കെ നിർത്തി അവിടെ പോയി തിന്നും. അവിടെ ചെല്ലുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെയാണല്ലോ കുറച്ചുകൂടി പച്ച, അല്ലേ? പൊതുവെ അങ്ങനെയാണ്. നമ്മൾ ഈ ഒരു ചിന്ത പലരുടെയും പ്രശ്നമാണ്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വളരെ ഈസി അല്ല. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ളൊരു കാലഘട്ടത്തിലല്ല. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അത്ഭുതം കണ്ടിട്ടും അനേക അടയാളങ്ങൾ കണ്ടിട്ടും യേശുവിൽ വിശ്വസിക്കണമോ അല്ലെങ്കിൽ യേശുവിനെ അറിയുമോ എന്ന് പോലും പരിശോധിക്കുന്ന ഒരു പരിശോധനയുടെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, അല്ല എന്തിനാ ഇത്രയും വലിയ പരീക്ഷണവും പരിശോധനയൊക്കെ നമുക്ക് തരുന്നേ എന്നൊരു ചിന്ത കൂടെ നമുക്കുണ്ട്. നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 37 മുതൽ വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം. ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി. രഹസ്യമായി പാർത്ത് അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുൻപാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവ് യേശുവിനും ഉണ്ടായിരുന്നു ഈ ഒരു പ്രതിസന്ധി. നമുക്ക് മാത്രമല്ല ഈ പ്രതിസന്ധിയുള്ള, യേശുവിനും ഉണ്ടായിരുന്നു. അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, പ്രവചനങ്ങൾ നടത്തി, മരിച്ചവനെ ഉയർപ്പിച്ചു, അനേക അത്ഭുതങ്ങൾ അവൻ്റെ കരങ്ങളിലൂടെ നടത്തി. അത് അനുഭവിച്ചവരും അവനിൽ വിശ്വസിക്കാതെ വിട്ടുപോയെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത്. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? യെശയ്യായുടെ പ്രവചനത്തിൽ ഒരു വാക്ക് കിടക്കുകയാണ്. അത് വാക്ക് ഇങ്ങനെയാണ്. അത് കുറച്ച് ശക്തമായിട്ട് യെശയ്യായുടെ പ്രവചനങ്ങൾ നമ്മൾ വായിക്കുമ്പം യെശയ്യാ പ്രവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവത്തെ കണ്ടുകൊണ്ട് പ്രവചിക്കുന്നത് പോലെയാണ് യെശയ്യായുടെ പ്രവചനം. ഭയങ്കര ഷാർപ്പ് പ്രവചനം. ആ യെശയ്യ ക്രിസ്തുവിന് വരാൻ പോകുന്ന ആ പ്രതിസന്ധിയെക്കുറിച്ച് കണ്ടുകൊണ്ട് യെശയ്യ പറയുകയാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിന് ഇത്. കർത്താവേ, അങ്ങയുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം, അവൻ്റെ കരം ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യെശയ്യ വീണ്ടും പറഞ്ഞിരിക്കുന്നു, അവൻ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്താതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കർത്താവ് എന്ത് പരിപാടി ചെയ്തല്ലേ? ഇതൊരു ജാതി പരിപാടിയായിപ്പോയി, ഒരു ജാതി ചെയ്ത്തായിപ്പോയി. ദൈവം തന്നെയാണ് അവരുടെ കണ്ണിനെ അടച്ചു കളഞ്ഞത്, അവരുടെ ഹൃദയത്തെ മന്ദീഭവിപ്പിച്ച് കളഞ്ഞത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. അവരുടെ കുഴപ്പമാണോ? അല്ല, അവരുടെ കുഴപ്പമില്ല. ദൈവം തന്നെ ചെയ്തു. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം അത് അടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആ യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. 12-ാം അധ്യായം നമ്മൾ വായിച്ചേ. 12-ന്റെ ആദ്യം തൈലാഭിഷേകമാണ് കാണുന്നത്. അതിനുശേഷം ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു, രാജകീയ പ്രവേശനം, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആകെ പറയുന്ന കാര്യം 8 അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. 8 അത്ഭുതങ്ങൾ. അതിൽ കൂടുതൽ അത്ഭുതമൊന്നും നിങ്ങൾ കാണില്ല. അതിൽ തന്നെ ഈ 8 അത്ഭുതം തന്നെ യോഹന്നാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം അത് തന്നെ പലരും വിട്ടുകളഞ്ഞ അത്ഭുതങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന അത്ഭുതങ്ങൾ, കാനായിലെ കല്യാണ നാളിൽ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? മത്തായിലും മർക്കോസിലും ലൂക്കോസിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റുള്ളവർ പറയാത്ത അത്ഭുതമാണ് യോഹന്നാൻ. അവർക്ക് വലിയ കാര്യമായി കാണാത്ത കാര്യങ്ങളാണ് യോഹന്നാൻ എടുത്തു വെച്ച് പറയുന്നത്. അതിന് യോഹന്നാൻ തന്നെ അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുക, യേശു ചെയ്ത അനേക അത്ഭുതങ്ങളുണ്ട്, ഇത് തന്നെ അവനാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ അത്യാവശ്യം ഇത്രയും മതി. ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വലിയ അത്ഭുതമൊന്നും ഞാൻ പറയുന്നില്ല, വലിയ കഥയൊന്നും ഞാൻ പറഞ്ഞു വരുന്നില്ലെന്ന്. ആവശ്യം പോലെ ഉണ്ട്. എനിക്ക് പറയാനുള്ള 100 കൂട്ടം കഥകൾ, 1000 കൂട്ടം അത്ഭുതങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് തന്നെ നിനക്ക് വേണേ വിശ്വസിച്ചാൽ മതി, ഇത്രയും ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. യോഹന്നാൻ അങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കുക. 8 അത്ഭുതങ്ങൾ. അതിനപ്പുറത്തോട്ട് യോഹന്നാൻ പറയുന്നില്ല. എന്നാൽ ലക്ഷക്കണക്കിന് അത്ഭുതങ്ങൾ യേശു ചെയ്തു എന്ന് യോഹന്നാനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, മത്തായി, മർക്കോസ്, ലൂക്കോസ് അനേക അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ അത്ഭുതം ഒന്നും ചെയ്തിട്ടും ഈ അത്ഭുതത്തിലോ അടയാളത്തിലോ ഒന്നും വിശ്വസിക്കാത്ത ജനത്തെക്കുറിച്ച് ഇവിടെ യോഹന്നാൻ എടുത്തു പറയുമ്പോൾ യോഹന്നാൻ ഇത് പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ്
അത്ഭുതങ്ങൾ ചെയ്തിട്ടും അടയാളം ചെയ്തിട്ടും ഇത് വിശ്വസിക്കാത്തത്? അതുമാത്രമല്ല, ഇത് പ്രവചന പൂർത്തീകരണമാണ്. ദൈവം തന്നെയാണ് അവരുടെ ഹൃദയത്തെ അടച്ചു കളഞ്ഞത് എന്നുകൂടെ പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ അടുത്ത വാക്യം 41 വാക്യം, അവിടെ പറയുന്നൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. 41 വാക്യം, അവന്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യെശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചത്. അവന്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യെശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചത്. അപ്പം യെശയ്യാ എന്തോ ഒരു കാര്യം കണ്ടിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ലൈവ് കണ്ടിട്ടാണ് യെശയ്യാ ഇത് പറഞ്ഞത്. എന്ത് പറഞ്ഞത്? അവനെ ആരും വിശ്വസിക്കത്തില്ല, അവൻ പറഞ്ഞത് ആരും കേൾക്കത്തില്ല, എത്ര പറഞ്ഞാലും ഈ ജനം വിശ്വസിക്കാൻ പോകുന്നില്ല, അവരുടെ ഹൃദയം മന്ദീഭവിക്കും, അവരുടെ ഹൃദയം അടച്ചു കളയുമെന്ന് യെശയ്യാ പ്രവചനം വയ്ക്കുക. അപ്പോൾ ഈ പ്രവചനത്തിനും ഒരു കാരണമുണ്ട്. മാത്രമല്ല, യെശയ്യാ കണ്ടത് എന്താണ് എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ യെശയ്യാ കണ്ടേ? അവൻ്റെ മഹത്വം കണ്ടു. ആരുടെ മഹത്വം കണ്ടു? യെശയ്യാ കണ്ടത് ആരുടെ മഹത്വമാണ്? പിതാവിൻ്റെ മഹത്വമാണോ? പുത്രൻ്റെ മഹത്വമാണോ? പരിശുദ്ധാത്മാവിൻ്റെ മഹത്വമാണോ? ആരുടെ മഹത്വം യെശയ്യാ കണ്ടേ? എൻ്റെ പൊന്നു ബ്രദറെ, യെശയ്യാ പഴയ നിയമത്തിലല്ലേ? പിതാവിൻ്റെ മഹത്വം. യേശുവിനെ കാണാൻ പറ്റുമോ? യേശുവിനെ കണ്ടോ? അതേ പിതാവിനെയാണോ കണ്ടത്? പിതാവിനെയാണ് കണ്ടത്. ഒന്നും കൂടി ആ വചനം ഒന്ന് ആഴത്തിൽ വായിച്ചു നോക്കിയേ. ഇത് ആരെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നത്? ഇപ്പോൾ യേശുവിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അവനെ കണ്ടിട്ടും യഹൂദർ വിശ്വസിക്കുന്നില്ല, അവനിലൂടെ അത്ഭുതം ചെയ്തിട്ടും യഹൂദർ വിശ്വസിക്കുന്നില്ല. അപ്പം യേശുവാണല്ലോ അവിടുത്തെ പ്രതിപാദ വിഷയം. അവനെ എന്ന് പറയുമ്പോൾ അത് പിതാവിനെയാണോ പുത്രനെയാണോ? പുത്രനെ അല്ലേ? അപ്പോൾ അവൻ്റെ മഹത്വം കാണുകയും അവനെ പറ്റി സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് യെശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചതെന്ന് പറയുമ്പോൾ യെശയ്യാ കണ്ടത് പിതാവിനെയല്ല, പുത്രനെയാണ്. യെശയ്യാ കണ്ടത് ക്രിസ്തുവിൻ്റെ മഹത്വമാണ് കണ്ടത്. അപ്പോൾ യെശയ്യാ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് മുഴുവൻ ബിബിൻ ബ്രദർ പറഞ്ഞ വിഷയം എന്തായിരുന്നു? ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട് ക്രിസ്തുവിനെ? കൈവയ്ക്കേ. എത്ര പേര് ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്? നിങ്ങൾക്ക് ഒരു മീറ്റപ്പ്, ക്രിസ്തുവുമായിട്ടുള്ള ഒരു സംസാരമുള്ള എത്ര പേരുണ്ട്? ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയ എത്ര പേരുണ്ട്? ഇവിടെ ദൈവവചനത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ മഹത്വം, അവൻ്റെ ഗ്ലോറി, അവൻ്റെ ആ സ്വർഗീയ മഹത്വം കണ്ടതുകൊണ്ടാണ് യെശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചത് എന്ന് പറയുക. യെശയ്യാ എപ്പോഴാണ് ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടത് എന്നുകൂടെ നമ്മൾ പരിശോധിച്ചാൽ യെശയ്യാ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്കതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഊസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. ഇതിനു മുൻപും സംസാരിച്ചിരിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു പോകാം. ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു, അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. ആ സെറാഫുകൾ, സ്വർഗത്തിൽ പോലും ഉള്ള ആ ദൈവത്തെ സ്തുതിക്കുന്ന ആ സെറാഫുകൾ ഇങ്ങനെ ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് യെശയ്യാ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത്. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ മഹത്വം കാണുകയാണ്. യെശയ്യാ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ ആ മഹത്വം കാണുന്നത് എങ്ങനെയാണ്? പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. അവിടെ യെശയ്യാ ഒരാളെയല്ല കാണുന്നത്. ആരൊക്കെയാണ് കാണുന്നത്? 3 വ്യക്തികളെ കാണുകയാണ്, പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. 3 വാക്കുകൊണ്ട് സെറാഫുകൾ വിളിച്ചു പറയുകയാണ്, പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ. 3 പേരെ ദൈവം കാണുക, അവിടെ സ്വർഗത്തിൽ കാണുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ ആ മഹത്വം ദർശിച്ചു എന്ന് പറയുന്നത്. ഇനി താഴോട്ട് അടുത്ത വാക്യം കൂടി വായിച്ചോ, നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനം ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും. ആ ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ യെശയ്യാ പറയുക, എൻ്റെ ദൈവമേ, എല്ലാ പണിയും പാളി. ഞാൻ ഇതൊക്കെ കണ്ട്, ഞാൻ പാപിയായ അരിഷ്ടനായ മനുഷ്യൻ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. അതുകൊണ്ട് ഈ പാപത്തിൽ വസിക്കുന്ന അശുദ്ധമായ അധരമുള്ളവൻ, അശുദ്ധമായ അധരങ്ങളോട് കൂടി ജീവിക്കുന്നവരുടെ ഇടയിൽ വസിക്കുന്ന ഞാനിപ്പോൾ മരിക്കും. കാരണം എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ എനിക്ക് അനുവാദമില്ല. ഞാൻ പാപിയാണ്. കാരണം പാപിയായി ഞാൻ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
മരിക്കും, ഉറപ്പാണ്. ഇതാണ് യെശയ്യാ അവിടെ വിളിച്ചു പറയുന്നത്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇനി താഴോട്ട് നമുക്കറിയാം, സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് അവൻ്റെ നാവിലേക്ക് ഒരു കൊടിൽ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നമ്മൾ പരിചയമുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 9 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്. അവിടുന്ന് അരുൾ ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാവുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. 10-ാം വാക്യം. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കാൻ ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. യോഹന്നാൻ ഈ പ്രവചനം എടുത്തിട്ടല്ലേ പറഞ്ഞേ യെശയ്യാ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞത്? ആണോ അല്ലേ? യോഹന്നാൻ 12 നിങ്ങൾ ഈ പ്രവചനം തന്നെയല്ലേ കണ്ടത്? യെശയ്യാ ഒരു കർത്താവിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട്, ക്രിസ്തുവിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ടാണ് യെശയ്യാ എന്ത് ചെയ്തത്? എങ്ങനെ പ്രവചിച്ചത്? കണ്ടിട്ടും കാണാതിരിക്കേണ്ടതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കേണ്ടതിനും മനസ്സിലാക്കിയിട്ടും ഗ്രഹിക്കാതിരിക്കേണ്ടതിനും അവരുടെ കണ്ണുകളെ ദൈവം മന്ദീഭവിപ്പിച്ചു എന്ന് പറഞ്ഞ അതേ പ്രവചനം തന്നെയല്ലേ യോഹന്നാൻ 12 യോഹന്നാൻ എടുത്തു വെച്ച് പ്രവചിച്ചിരിക്കുന്നത്, യോഹന്നാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യോഹന്നാൻ 12 ഒന്നും കൂടി എടുത്തോ. യോഹന്നാൻ 12 ആ വാക്യം ഒന്നും കൂടി എടുത്തോ. 41-ാം വാക്യം. അവൻ്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് യെശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചത്. അതായത് യെശയ്യാ കണ്ട ആ മഹത്വം കണ്ടു കഴിഞ്ഞിട്ടാണ് യെശയ്യാ എന്ത് പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ യെശയ്യാ 6 വായിച്ചപ്പോൾ പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ എന്ന് ആ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭൂമിയിലേക്കുള്ള വരവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ക്രൂശിനെക്കുറിച്ചും എല്ലാം യെശയ്യാ കണ്ടിട്ടുണ്ട് അല്ലേ? യെശയ്യായെ പോലെ യേശുവിനെ കുറിച്ച് ഷാർപ്പ് പ്രവചനം പറഞ്ഞിട്ടുള്ള ആരാ ഉള്ളത്? എത്ര പെർഫെക്റ്റ്, എത്ര പ്രിസൈസാണ് ആ പ്രവചനങ്ങൾ. കാൽവരി ക്രൂശിനെ കുറിച്ച് ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന യെശയ്യാ 53 അല്ലേ? അതിനപ്പുറത്തോട്ട് വേറെ പ്രവചനം ഉണ്ടോ? ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് ക്രിസ്തുവിനെ ക്രൂശിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അത്ര ക്ലിയറാണ്, ഒരു മാറ്റവും ഇല്ല. അതേ പ്രവചനം യെശയ്യാ കണ്ടു കഴിഞ്ഞപ്പോൾ അതേ കാര്യം തന്നെ യോഹന്നാൻ ഇവിടെ വെച്ച് പറയുകയാണ്. 41-ാം വാക്യം. ഇത് മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവൻ്റെ മഹത്വം, ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതൊന്നും ആരോട്ട് വിശ്വസിക്കാൻ പോകുന്നില്ല. ചങ്ക് പറിച്ചു കൊടുത്താലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്നവരാണ് എവിടെയുള്ളത്? യഹൂദരുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് ഇവന്മാരതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇന്ന് ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ മഹത്വം ഇല്ലാഞ്ഞിട്ടാണോ? അത്ഭുതം ഇല്ലാഞ്ഞിട്ടാണോ? അടയാളം ഇല്ലാഞ്ഞിട്ടാണോ? സുവിശേഷം ശക്തമായി പ്രഘോഷിക്കപ്പെടാനിട്ടാണോ? അതിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് അവനിൽ ആശ്രയിക്കുന്നുണ്ട്? എത്ര പേർക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? നമ്മൾ യേശുവിനെ കുറിച്ച് നമ്മൾ അനേക വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ചോദിക്കുന്ന പറയുന്ന എല്ലാവരും ക്രിസ്തുവിനെ സ്വീകരിക്കാറുണ്ടോ? യേശുവിനെ വിശ്വസിക്കാറുണ്ടോ? ഇല്ല. 10 പേര് പറഞ്ഞാൽ ഒരാൾ വിശ്വസിച്ചാലായി. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? കാരണം ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം കേട്ടിട്ടും അവരുടെ ഹൃദയം മന്ദീഭവിക്കത്തക്കവണ്ണം ദൈവം തന്നെ ഒരു മിഥ്യാബോധം അവരിൽ കൊടുത്തിരിക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തവണ്ണം അവരുടെ ഹൃദയം അടച്ചു കളഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കും, കർത്താവ് ഇങ്ങനെ അടച്ചു കളഞ്ഞാൽ പിന്നെ ആര് വിശ്വസിക്കും? പിന്നെ ഞാൻ എന്തിനാ ഈ പണിയെടുക്കുന്നേ? നമ്മളെന്തിനാ സുവിശേഷം പറയുന്നേ? തെരുവുകളിൽ പോയി സുവിശേഷം പറയുന്നു, യൂട്യൂബിലൂടെ പറയുന്നു, അല്ലെങ്കിൽ ജനകോടികൾ എല്ലാ രീതിയിലും കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ പറയാൻ ശ്രമിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരാരും വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ പണിയെടുക്കുന്നത്? വെറുതെ തൊണ്ട കളയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലേ തന്നെ തൊണ്ടയ്ക്ക് പ്രശ്നമാണ്. അപ്പോൾ ഈ തൊണ്ട കളയേണ്ട വല്ല കാര്യമുണ്ടോ? മിണ്ടാതെ വല്ലയിടത്തും കൈയും കെട്ടി നോക്കിയിരുന്നാൽ പോരെ എന്ന് നമുക്ക് തോന്നാം. പറ്റുമോ? എന്നാൽ കർത്താവിന് ഇങ്ങനെ തോന്നിയാൽ പോരെ. കാരണം യെശയ്യാ പ്രവചിച്ച് വെച്ചിരിക്കുന്നത് എന്താ? ഇത്രയും അത്ഭുതം ചെയ്തിട്ട് അടയാളം ചെയ്തിട്ടും യാതൊന്നും സംഭവിച്ചില്ല, ഒരുത്തരും വിശ്വസിച്ചില്ല. അപ്പോൾ യേശുവിനും ഇങ്ങനെ വേണമെങ്കിൽ കരുതാമായിരുന്നല്ലോ. ഞാനിവിടെ കിടന്ന് 33 വർഷം കഷ്ടപ്പെട്ട് മുറിവേറ്റ് വേദന സഹിച്ച് ഈ കള്ളന്മാരൊന്നും രക്ഷപ്പെടത്തില്ലെന്നേ, ഇവന്മാരൊന്നും എന്നെ വിശ്വസിക്കത്തില്ലെന്നേ, പിന്നെ ഞാനെന്തിനാ ഈ കഷ്ടപ്പെടുന്നതെന്ന് യേശുവിന് തോന്നിയാൽ എല്ലാം കഴിഞ്ഞില്ല. യേശു സകലതും സഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെ വരികയാണ്. അപ്പോൾ യോഹന്നാൻ കണ്ടത് ആരെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിനെ തന്നെയാണ് ഈ യെശയ്യാ പ്രവാചകൻ കണ്ടത് എന്ന് യോഹന്നാൻ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ്റെ മഹത്വം, ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടതുകൊണ്ടാണ് യെശയ്യാ ഇങ്ങനെ പ്രവചിച്ചത്. ഈ മഹത്വം കണ്ടിട്ടും ഇത്രയും അത്ഭുതം കണ്ടിട്ടും ആരും വിശ്വസിച്ചില്ല എന്ന് പറയുക. യെശയ്യാ 53-ാം അധ്യായം 1-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 1-ാം വാക്യം.
നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? ഇതേ വാക്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ 53 നമുക്കറിയാം. യെശയ്യാ 53 യേശുവിൻ്റെ കാൽവരി ക്രൂശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യെശയ്യായിലെ 2 അധ്യായങ്ങളാണ് നമ്മൾ എടുത്തത്. ഒന്ന് യെശയ്യാ 6-ാം അധ്യായം. അവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആ സ്വർഗീയ സിംഹാസനത്തിൽ കണ്ട് ആ മഹത്വം യെശയ്യാ ദർശിച്ചു കഴിഞ്ഞപ്പോൾ യെശയ്യാ തന്നെ പറയുകയാണ്, ആ സ്വർഗീയ മഹത്വം താണിറങ്ങി ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ പോലും ഈ ഭൂമിയിലുള്ള ഒരുവനും വിശ്വസിക്കത്തില്ല, അനേകർ അവിശ്വസിക്കും എന്ന് യെശയ്യാ പ്രവചിക്കുകയാണ്. അതാണ് യെശയ്യാ 6:10-11 വാക്യം. അവൻ്റെ മഹത്വം കണ്ടിട്ട് ആര് ദർശിച്ചു, ആരത് വിശ്വസിച്ചു? അങ്ങനെ ദർശിക്കാതിരിക്കാൻ അവരുടെ ഹൃദയം മന്ദീഭവിക്കുകയും അവരുടെ കണ്ണുകളെ ദൈവം തന്നെ അടച്ചു കളയുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ച്, എന്തുകൊണ്ടാണ് ഇത്രയും ഷാർപ്പായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടും ഇവരുടെ ഹൃദയം മന്ദീഭവിച്ചു പോയത് എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ച് ഇപ്പോഴും ക്രിസ്തുവിൽ നിലനിൽക്കുന്നത് എന്നൊരു ചിന്തയും നമുക്കുണ്ടാകും. അവരെക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠത നമുക്കുണ്ടായിട്ടാണോ? എന്തെങ്കിലും കൂടുതൽ നമുക്കുണ്ടായിട്ടാണോ? ആണോ? നമ്മൾ വിശ്വസിച്ചു, അവരോ വിശ്വസിക്കുന്നില്ല, അവരവിശ്വസിക്കുന്നു. അവരുടെ അവിശ്വാസത്തിൻ്റെ കാരണം എന്താണ്? മറ്റുള്ളവർ ദൈവത്തെ അവിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമുക്കെന്തെങ്കിലും കൂടുതൽ, നമ്മൾ ഏതെങ്കിലും ശ്രേഷ്ഠമായ തറവാട്ടിൽ പിറന്നുകൊണ്ടാണോ? കുറച്ചും കൂടി നല്ല ഉയർന്ന പാരമ്പര്യവും തറവാടൊക്കെ ഉള്ളത് കൊണ്ടാണോ? എൻ്റെ അപ്പനപ്പൂപ്പന്മാരൊക്കെ കുറച്ച് ഉന്നതമായ ബ്രാഹ്മണ മാർക്കം കൂടിയവരായതുകൊണ്ടാണോ നമ്മൾ വിശ്വസിക്കുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യുന്നത്? അപ്പോൾ ദൈവം അവരുടെ ഹൃദയത്തെ അടച്ചു കളഞ്ഞു, നമ്മുടെ ഹൃദയത്തെ തുറന്നു തന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു, അവരാകട്ടെ അവിശ്വസിച്ചു. ഇതിൻ്റെ കാരണം എന്താണ്? നമ്മൾ കൂടുതൽ പ്രാർത്ഥനക്കാരായതുകൊണ്ടാണോ? ആണോ? അല്ല. പിന്നെന്താ? നമ്മളോട് കരുണ കാണിച്ചുകൊണ്ടാണോ? നമ്മുടെ ഹൃദയം കഠിനമായതുകൊണ്ടാണോ? ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയട്ടെ, നമ്മളെല്ലാം പലരും വിശ്വസിക്കുന്നത് ക്രിസ്തുവിനെയാണോ അതെയോ മറ്റെന്തെങ്കിലുമാണോ നമ്മൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അനേകർ അപ്പം ഭക്ഷിച്ചു, യേശു തന്ന അപ്പം അവർ കഴിച്ചു, പക്ഷേ യേശു പറഞ്ഞ വചനം എന്ത് ചെയ്തില്ല? അവർ ശ്രവിച്ചില്ല. അവരെല്ലാം പിറ്റേ ദിവസം വള്ളവും പിടിച്ച് മെട്രോ ട്രെയിനും പിടിച്ച് KSRTC ബസ്സിലും കയറി യേശു പോയ അടുത്ത മലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എടാ വൃത്തിയായിട്ടവനെ, നീയൊക്കെ ഇന്നലെ അപ്പം തിന്നുകൊണ്ട് വന്നത്, ഇന്ന് നീ ചിക്കൻ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്ന നിൻ്റെ ഹൃദയം എനിക്കറിയാം, ഞാൻ നിനക്ക് ഇന്ന് അപ്പവും തരാൻ പോകുന്നില്ല, ഒന്നും തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് യേശു അടുത്ത മലയിലേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം മിനിസ്ട്രി വലുതായി കഴിഞ്ഞപ്പോൾ കർത്താവ്, ഇന്നലത്തെ പ്രസംഗം ഏറ്റു, ജനം കൂടി, 1000 എന്നുള്ളത് 5000 എന്നുള്ളത് ഇന്ന് 50,000 ആയിട്ടുണ്ട്, കൊള്ളാം, ഇന്നും കൊടുക്കാം കുറച്ച് അപ്പം എന്ന് പറഞ്ഞ് കർത്താവ് കൂടുതൽ അപ്പം കൊടുത്തോ? ഇല്ല, അപ്പം കൂടുതലൊന്നും കൊടുത്തില്ല. നമ്മൾ പ്രാർത്ഥന കൂട്ടായ്മയിൽ ആളെണ്ണം കുറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ വചനം മാറ്റേണ്ട കാര്യമുണ്ടോ? നമ്മുടെ റൂട്ട് മാറ്റേണ്ട കാര്യമുണ്ടോ? നമ്മുടെ രീതിയാണോ മാറ്റണ്ടേ? ആണോ? ഇനി ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ സുവിശേഷം പറയുന്നത്? കുറേ ആളുകളെ കൂട്ടിയിട്ട് ഈ മൊയിൽ പ്രസവിക്കുന്ന തൊട്ട് അല്ലെങ്കിൽ എലി പ്രസവിക്കുന്ന തൊട്ട് കുറേ എണ്ണത്തിന് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഷിബൂർദർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, 1000 പന്നികളുടെ ഒരു നേതാവായിരിക്കുന്നതിലും നല്ലത് ഒരു ആടിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നതാണ്. അതായത് പ്രാർത്ഥന കൂട്ടായ്മയിൽ 1000 പന്നികളുണ്ടായിട്ട് ഒരു കാര്യമില്ല, ആടാണെങ്കിൽ ഒരെണ്ണം മതി, 1000 എണ്ണം വേണ്ട, ബാക്കി 999 പോയാലും കുഴപ്പമില്ല. ഈ പന്നികളുടെ കൂടെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് തന്നെയാണ് ക്രിസ്തുവിൻ്റെയും രീതി. ഒരു മാറ്റവും ഇല്ല. യേശുവിനൊരു കോംപ്രമൈസ് ഇല്ല ഇക്കാര്യത്തിൽ. യേശുവും പറയുന്നത് തന്നെയാണ്, 10,000-ഓ ലക്ഷമോ കോടിയോ ഉണ്ടായിട്ട് കാര്യമില്ല, അപ്പം വർദ്ധിപ്പിച്ച് ഓക്കെ, ഇന്ന് അപ്പം കൊടുത്തപ്പോൾ ജനം കൂടി, നാളെ എന്നാൽ ബിരിയാണി കൊടുക്കാം, പിറ്റേ ദിവസം കുഴിമന്തി. ഇപ്പോൾ കുഴിമന്തിയുടെ കാലമുള്ളല്ലേ, വെള്ളം ഒലിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചിലരുടെയൊക്കെ ഉമിനീരൊക്കെ ഇറക്കുന്നുണ്ട്, കുഴിമന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയില്ല. ചിലപ്പോൾ ചായ ഒരെണ്ണം ഉണ്ടാവും, ചിലപ്പോൾ മധുരം ഇടാത്തതായിരിക്കും, അല്ലെങ്കിൽ ഒരു പഴംപൊരി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മുളകോട, അല്ലെങ്കിൽ ഒരു ഉഴുന്നോട. ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കുഴിമന്തിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ കർത്താവിൻ്റെ മിനിസ്ട്രിയിലും ഇത് തന്നെയായിരുന്നു. അപ്പം വർദ്ധിപ്പിച്ച ആളെണ്ണം കൂടി ഇപ്പോൾ കർത്താവ് അടുത്ത മലയിലേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞേ. നിങ്ങൾ ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച 37-ാം വാക്യം, ആ അധ്യായത്തിൻ്റെ ആ പാരഗ്രാഫിൻ്റെ ആദ്യവും ഇത് തന്നെ. ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. മിനിസ്ട്രി വലുതാക്കാൻ നോക്കിയില്ല, മിനിസ്ട്രി വളർത്താൻ നോക്കിയില്ല, ആളുകളെ കൂട്ടാൻ നോക്കിയില്ല. കുറച്ചും കൂടി ഇങ്ങോട്ട് പോരട്ടെ, കുറച്ച് പേരെ വിളിച്ചിട്ട് മക്കളെ ഇങ്ങോട്ട് വാ എന്ന് പറയാനൊന്നും നോക്കിയില്ല. ഒരെണ്ണത്തിന് പോകേണ്ടവർ പോകാമെന്ന്, എവിടെ വേണമെങ്കിലും പോകാം, ഒരു മാറ്റവും. ആരെയും കയ്യെ പിടിച്ച് കാലെ പിടിച്ച് മക്കളെ ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുന്നൊരു പരിപാടി കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ ഇല്ല. അങ്ങനെയുള്ളത് കർത്താവിൻ്റെ മിനിസ്ട്രിയേ അല്ല.
നമ്മൾ ഒരുത്തനെ പോലും വിളിക്കത്തില്ല. കർത്താവ് ചെയ്തതാ, കർത്താവ് നേരെ മലയുടെ മുകളിൽ പോയി രഹസ്യമായി പാർത്തു എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മിനിസ്ട്രി വളർത്താൻ കർത്താവ് നോക്കിയോ? ഇല്ല. കാരണം അറിയാം, അവരുടെ ഹൃദയം മന്ദീഭവിച്ചതാണ്, അവരോട്ട് വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ ഈ പാടിന് പോകുന്നത്? ഇനി ഇവിടുത്തെ പ്രശ്നം എത്രയേ ഉള്ളൂ, അത്ഭുതം ചെയ്ത ആ അത്ഭുതങ്ങളുടെ പിന്നാലെയാണ് ആരുടെ കരം പോകുന്നത്? ഭൗതികമായ ലക്ഷ്യത്തിന് പിന്നാലെയാണ് ആര് പോകുന്നത്? ഈ ജനം മുഴുവൻ, യഹൂദര് മുഴുവൻ പോയത്. ലാസറിനെ ഉയർപ്പിച്ചു. എൻ്റെ എളാപ്പൻ്റെ കൊച്ചപ്പൻ്റെ മോനും മരിച്ചിട്ട് 4 ദിവസമായി, ഇനി അവനെ എങ്ങാനും ഉയർപ്പിക്കുമെന്ന് ചോദിക്കാനാണ് കർത്താവിൻ്റെ അടുത്തോട്ട് പോകുന്നത്. അല്ലാതെ യേശു പറഞ്ഞ വചനം കേൾക്കാൻ വേണ്ടിയിട്ടല്ല പോയത്. 12 ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു, 12 പേര്. ഈ 12 പേരിൽ ഒരുവൻ്റെ ലക്ഷ്യം വ്യത്യസ്തമായിരുന്നു. ബാക്കി 11 പേരുടെ ലക്ഷ്യം കുറച്ചുകൂടി പ്യുവറായിരുന്നു. യൂദാസിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? യൂദാസിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? പണമായിരുന്നു, അല്ലേ? യോഹന്നാൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവൻ്റെ ലക്ഷ്യം പണമായിരുന്നത് കൊണ്ടും പണസഞ്ചിയിൽ നിന്നും അവൻ കൈയിട്ട് വാരിയിരുന്നത് കൊണ്ടും അവന് വേണ്ടി വച്ചിരിക്കുന്ന വഴിയിലേക്ക് അവൻ പോയി. അവൻ കെട്ടിച്ചാണ് ചത്തു, അവൻ്റെ ഉദരം പിളർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പോകും. പണമാണ് ലക്ഷ്യമെങ്കിൽ വീണു പോകും. ഭൗതിക ലക്ഷ്യമാണ് നമ്മൾ ക്രിസ്തുവിൽ ആണോ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടണം എന്ന്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഏതൊരു വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. പ്രോസ്പിരിറ്റി ഗോസ്പൽ, അതായത് എന്താ പറയുക, അഭിവൃദ്ധിയുടെ സുവിശേഷം. ഇങ്ങോട്ട് വാ, അനുഗ്രഹം തരാമെന്ന് പറയുന്ന സുവിശേഷം. നിങ്ങൾ എന്തെങ്കിലും ജീസസ് വിഷനിൽ വന്നിട്ട് പ്രോസ്പിരിറ്റി ഗോസ്പൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. പ്രോസ്പിരിറ്റി ഗോസ്പൽ ഞാൻ ജീസസ് വിഷനിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വീണ്ടെടുക്കുമെന്ന് സുവിശേഷം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത് ബൈബിളിലുള്ള കാര്യമാണ്. പക്ഷേ ജീസസ് വിഷനിൽ എന്നൊക്കെ വന്നിട്ടുണ്ടോ, ഞാൻ അന്ന് മുതൽ കേൾക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? അനുഗ്രഹം പ്രാപിക്കാമെന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഒരു സമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ കർത്താവ് നിന്നെ അടിക്കൂടാ, നീ വൃത്തികേട് കാണിച്ചാൽ നിന്നെ അടിക്കും. ഒന്ന് ആശ്വാസം കിട്ടാൻ വന്നപ്പോഴാണ് അടുത്ത വാളും വെച്ച് കൊണ്ടുവന്നത്. ഉള്ള ഹൃദയം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജീസസ് വിഷനിലേക്ക് കൊണ്ടുവന്ന ഒട്ടുമിക്ക ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബ്രദറെ വചനമൊക്കെ നല്ലതാ, സുവിശേഷ പ്രസംഗമൊക്കെ നല്ലതാ, ഇച്ചിരി ആശ്വാസം കിട്ടാൻ അവിടെ വന്നേ, ഉള്ള സമാധാനം കൂടി പോയിന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. അതായത് അവർ ലക്ഷ്യം വെച്ച് വന്നത് ഭൗതിക അനുഗ്രഹമാണ്, കുറച്ച് ആശ്വാസം, കുറച്ച് സമാധാനം, ഇത്തിരി സന്തോഷം. വന്നു കഴിഞ്ഞപ്പോൾ നീ വൃത്തികേട് കാണിച്ച അടിക്കുന്ന കർത്താവല്ല, ഞഞ്ഞാവിഞ്ഞ കർത്താവല്ല ഇവിടെ ഉള്ളത്. മണ്ണുണ്ണി ദൈവമല്ല നമ്മുടെ ദൈവം, അവൻ സ്വർഗസ്ഥനായ ദൈവം, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്, നിന്നെ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന, നിന്റെ പ്രവർത്തികളെ വിലയിരുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് നിന്നെ അടിക്കും എന്ന് സുവിശേഷം കൃത്യമായിട്ട് ജീസസ് വിഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ ഇനി ജീസസ് വിഷനിൽ വരണ്ട എന്ന് തീരുമാനമെടുത്തവരാ പലരും. എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് എനിക്കറിയാം, പേഴ്സണലി എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞതാണ്, സംഭവമൊക്കെ കൊള്ളാം, ആകെ ഒരു ആശ്വാസം കിട്ടാൻ ഒരു ധ്യാനത്തിന് വരുന്നത്, വന്നു കഴിയുമ്പോൾ ഉള്ള ആശ്വാസം കൂടി പോയിട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി. കാരണം അവർക്ക് അവരുടെ കള്ളൂടി വേണം, അവരുടെ എല്ലാവിധ പാപങ്ങളിലൂടെയും അവർക്ക് നടക്കണം. അവർക്ക് ഏക ലക്ഷ്യം ഭൗതിക നന്മ മാത്രമാണ്, ലോകത്തിൻ്റെ നന്മ, പണം. ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യം അവർക്കില്ല. അവർക്കൊരിക്കലും എവിടെ നിൽക്കാൻ പറ്റത്തില്ല, സുവിശേഷത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, സത്യവചനത്തിൽ അവർക്ക് നിൽക്കാനേ സാധിക്കത്തില്ല. കാരണം ദൈവവചനം അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന 12-ാം അധ്യായം 42 മുതൽ വാക്യങ്ങൾ വായിച്ചോ. 42 മുതൽ 41 വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. 42 മുതൽ നമുക്ക് വായിക്കാം. എന്നിട്ടും അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു. ഒത്തിരി പേര് വിശ്വസിക്കാതെ പോയിട്ടും അധികാരികൾ പോലും യേശുവിൽ വിശ്വസിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരിസേരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. അവർക്ക് ദൈവത്തിൽ നിന്നുള്ള പ്രശംസയല്ല വേണ്ടത്. എവിടെ നിന്നുള്ള പ്രശംസ വേണ്ടത്? മനുഷ്യരിൽ നിന്നുള്ള പ്രശംസയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവിടെ തന്നെ അടിയുറച്ചു നിന്നു, യേശുവിനെ ഏറ്റുപറഞ്ഞില്ല. കാരണം അവരുടെ ലക്ഷ്യം ഒന്ന് ഭൗതികമാണ്, അവരുടെ ലക്ഷ്യം പണമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പറ്റം പേര് വിശ്വസിക്കാതിരുന്നു. ഇനി ഇതൊന്നും അല്ലാതിരുന്നിട്ട് വിശ്വസിച്ച അനേക അധികാരികളുണ്ടായിരുന്നു. അവരാകട്ടെ ആരുടെ പക്ഷം ചേർന്ന് നിന്നു? മനുഷ്യൻ്റെ പക്ഷം ചേർന്ന് നിന്നു. ഇത് തന്നെയല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ അപ്പോളോസിൻ്റെ ആളാണ്, നിങ്ങൾ പൗലോസിൻ്റെ ആളാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിഭജനം നടത്തുന്നു. പലരും പല ആളുകളുടെ അടുത്തോട്ട് പോകുന്നു. ഞങ്ങളുടെ ആളാണ് ശരി, ഇവിടെയാണ് ശരി എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നു. നമ്മൾ ആരെയാണ് നോക്കുന്നത്? നീ ഇത്രയും കാലം, ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ കല്യാണം കഴിച്ചു, വർഷങ്ങൾ കഴിഞ്ഞു, 2 പിള്ളേരുമായി, ഇനി ഒന്നും കൂടി കല്യാണം കഴിക്കണം എന്ന് പറയുമ്പം
അവൻ പറയാതെ പറയുന്നത് 10-12 വർഷം കല്യാണം കഴിപ്പിച്ചത് ദൈവമല്ല എന്നല്ലേ പറയുന്നേ? അല്ലേ? ആരാണ് എന്നെ വിവാഹം കഴിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ? അച്ഛനാണോ, കൊച്ചച്ഛനാണോ, അതെയോ ദൈവമാണോ? ദൈവമാണ് കല്യാണം കഴിപ്പിക്കേണ്ടത്. ഒരു ബിഷപ്പ് ഫുൾട്ടൻ ജെഷിനാണ് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ 3 to get married എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. 3 to get married. 3 പേരാണ് വിവാഹം കഴിക്കുന്നത്. നമ്മളൊക്കെ വിവാഹം കഴിച്ച എത്ര പേരാ? 2 ഭാര്യമാരുള്ളവരൊന്ന് കൈ വെക്കാമോ? 2 ഭാര്യമാരുള്ളവർ ആരും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ 3 to get married എന്ന് പുള്ളി പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. വിവാഹം 3 പേരാണ്, ഭാര്യയും ഭർത്താവും ക്രിസ്തുവും. ഇതാണ് ഫുൾട്ടൻ ജെഷിൻ പറഞ്ഞിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആണ്, നല്ലൊരു പിതാവാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ 3 പേരല്ല നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നെങ്കിൽ സ്വാഭാവികമായും ഡിവോഴ്സ് ഉറപ്പാണ്. അപ്പോൾ അച്ഛനാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്നത് ദൈവമല്ല എന്നെ വിവാഹം കഴിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ 10 വർഷം മുമ്പ് 13 വർഷം മുമ്പ് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഈ കഴിഞ്ഞ 13 വർഷക്കാലം ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞു, ക്രിസ്തുവിനെ കേട്ടു, സുവിശേഷം പ്രസംഗിച്ചു, ദൈവം അനേക പ്രവർത്തികൾ എൻ്റെ ഭവനത്തിൽ ചെയ്തു. എന്നിട്ട് പറയുക ഇപ്പം മിനിസ്ട്രി അത്ര പോരാ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാതെ പറയുന്ന കാര്യം ഉണ്ടെന്നറിയാമോ? കഴിഞ്ഞ 13 വർഷം മുമ്പ് ഞാൻ കണ്ടത് ക്രിസ്തുവിനെ അല്ല, പ്രവർത്തിച്ചത് ക്രിസ്തുവല്ല, പ്രവർത്തിച്ചത് ഷിബു ബ്രദറാണ്. അല്ലേ? ഒന്നുകൂടി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മൾ ആശ്രയിച്ചത് ദൈവത്തെയാണോ എന്നാണ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത്. നമ്മൾ നോക്കണം, ഞാൻ ആശ്രയിക്കുന്നത് ദൈവത്തെയാണോ അതോ മനുഷ്യനെയാണോ? നീ കണ്ടത് ഏതെങ്കിലും മനുഷ്യനാണെങ്കിൽ ഉറപ്പ് നീ വീണു പോവും. ഞാൻ പറയുന്നത്, ഇപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ബ്രദറിനെ കണ്ടുകൊണ്ടോ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടാണ് നീ ക്രിസ്തുവിലോ മിനിസ്ട്രിയിലോ സഭയിലോ നിൽക്കുന്നതെങ്കിൽ 100% എഴുതി വെച്ചോ, നീ വീണു പോവും. ദൈവത്തെ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ നിനക്ക് ഒരു സ്ഥലത്തേക്ക് ഓടേണ്ട കാര്യമില്ല, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ചാടണ്ട. എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് വരുന്നത്, കത്തോലിക്ക സഭയിൽ നിന്നും വിട്ടു പോകേണ്ട ഒരൊറ്റ കുറവ് മാത്രമേ ഡെസ്റ്റിനുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ. 99.9% ഡെസ്റ്റിന് ഓക്കെ. ഇനി 1% കൂടെ ഉള്ളൂ. സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്തലേക്ക് ചേർന്നാൽ എല്ലാം ഓക്കെ ആയി. എടാ, അപ്പം ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞത് എന്തിനാ? എൻ്റെ ദൈവം എന്നോട് നേരിട്ട് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ള ഏതെങ്കിലും പാസ്റ്ററിലൂടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ഞാൻ എന്തിനാ യേശുവിൽ വിശ്വസിക്കുന്നത്? ഞാൻ എന്തിനാ ബൈബിൾ പിടിക്കുന്നത്? ഞാൻ ഏത് മിനിസ്ട്രിയിലും ഏത് പ്രാർത്ഥനാ ഗ്രൂപ്പിലും ഏത് സഭയിലും എവിടെ നിന്നാലും എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലേ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നീ വിശ്വസിക്കുന്നത് യേശുവിലല്ല, നീ വിശ്വസിക്കുന്നത് ആശ്രയിക്കുന്നത് ദൈവത്തിലല്ല, മറ്റെവിടെയോ നീ ആശ്രയിക്കുന്നത്. എവിടെയാ? എൻ്റെ പള്ളിയിലെ അച്ഛനെ, അല്ലെങ്കിൽ എൻ്റെ പിതാവിനെ, എൻ്റെ ബ്രദറിനെ, അല്ലെങ്കിൽ ഷിബു ബ്രദറിനെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ. ഇവരൊക്കെ മനുഷ്യ ദൈവങ്ങളിലാണ് വിശ്വസിക്കുന്നത്, സ്വർഗീയ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്. മനുഷ്യ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അല്ലേ? മനുഷ്യ ദൈവങ്ങളുടെ കാലഘട്ടമാണ് നമ്മളിന്ന്. അനേക മനുഷ്യ ദൈവങ്ങളെ ഉയർത്തുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ മനുഷ്യ ദൈവത്തിൽ ആശ്രയിച്ചോ ഉറപ്പ്. ഞാൻ പറയുന്നു, ഇതൊരു പ്രവചനമായിട്ടൊന്നും കൂട്ടണ്ട, ഇത് ലോജിക്കാണ്, സിമ്പിൾ ലോജിക്കാണ്. ദൈവവചനം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും പറയാവുന്ന കാര്യമാണ്. എഴുതി ഒപ്പിട്ട് വെച്ചോ, നീ വീണു പോകും. എവിടെയാ വീണു പോകാത്തെ? ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നിൽക്കണം, യേശുവിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. യേശുവായിരിക്കണം നിൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരം, ക്രിസ്തുവായിരിക്കണം നിൻ്റെ ഫെയ്ത്തിൻ്റെ ബേസിക്സ്. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നിലേക്കും പോകരുത്. ക്രിസ്തുവിനെയാണ് നീ കാണേണ്ടത്. നിങ്ങൾ നോക്കിയേ, യേശുവിൻ്റെ മഹത്വം ഏശയ ദർശിച്ചുകൊണ്ടാണ് ഏശയ എങ്ങനെ പറഞ്ഞത്? അനേകർ കാണും, ഇവന്മാരൊന്നും വിശ്വസിക്കത്തില്ല, അനേകർ അനുഭവിക്കും, അവർ കേട്ടത് ആര് വിശ്വസിച്ചു? എത്ര കണ്ടാലും, സ്വർഗീയ മഹത്വം കണ്ടാലും വിശ്വസിക്കാൻ പറ്റത്തില്ല, വലിയ അത്ഭുതം കണ്ടാലും അവർക്കത് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് ഏശയ പ്രവചിച്ചത് വെറുതെ അല്ല. കാരണം ഇവരെല്ലാം ലോകത്തിൻ്റെ പിന്നാലെ പോകുമെന്ന് ഏശയാക്കി ദൈവാത്മാവിൽ കിട്ടിയ ബോധ്യമാണ് ഏശയ എഴുതി വെച്ചത്. മാത്രമല്ല, ഏശയ നോക്കുമ്പോൾ ഏശയ കാണുന്നത് സ്വർഗത്തിലെ മഹത്വമാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്വർഗത്തിലെ യഥാർത്ഥ മഹത്വം. അതാ ഏശയ ഇരുന്ന് കരയുന്ന, അയ്യോ ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, ഞാൻ പാപിയായ മനുഷ്യൻ, എൻ്റെ അതരം കൊള്ളത്തില്ല, മോശമായ അതരങ്ങളുടെ കൂടെ ഉള്ളവനാണ് ഞാൻ നിൽക്കുന്നത്, അയ്യോ ഞാനിപ്പോൾ മരിക്കും, കാരണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കണ്ടുപോയി. അത് കഴിഞ്ഞ് ഏശയ പിന്നീട് കാണുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചോ, ഇതേ സ്വർഗത്തിലെ ദൈവം താണിറങ്ങി വന്ന് ഒരു സാധാ മനുഷ്യനായി, എളിമപ്പെട്ടവനായി, ഒരു ലോക്കൽ, ഒരു സാധാ തച്ചൻ്റെ മകനായി ജീവിക്കുന്നത് കണ്ടിട്ട് മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? അവിടെയാണ് 53, ഏശയ 53:1 അവർ കണ്ടത് ആര് വിശ്വസിച്ചു? എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കാരണം ആ സ്വർഗത്തിലെ മഹത്വം തന്നെയാണെന്ന് ഇവിടെ താഴെ വന്നിരിക്കുന്നത്.
സ്വർഗത്തിലെ മഹത്വമാണ് ക്രിസ്തു. ആ മഹത്വം തന്നെ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നതെന്ന്. ആ മഹത്വമാണ് യേശുവിൽ കണ്ടത് ഏശയ്യ. ആ മഹത്വം ഇതാ ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഏശയ്യാക്കി കണ്ടിട്ട് ഏശയ്യ പറയുക, എനിക്കിത് വിശ്വസിക്കാം, പക്ഷേ കാണുന്നവനൊന്നും ഇത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ഇതൊന്നും വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയില്ലാതെ വിശ്വസിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഭൗതിക ലക്ഷ്യം വെച്ചിട്ടാണ് ഒരുവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ അവൻ ആ വിശ്വാസം എവിടെയെങ്കിലും പോയി പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു.